Hello everyone. Welcome to Aifer Education, India's first happy learning ecosystem. So we are back with another video for UGC net examination. നമ്മൾ ഇംഗ്ലീഷിന്റെ നമ്മൾ എക്സാം അടുത്തിരിക്കുകയാണ്, ആപ്ലിക്കേഷൻ ഒക്കെ സൂൺ ക്ലോസ് ചെയ്യും. ആൻഡ് ഹിയർ വി ആർ ബാക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആൻഡ് ഫ്രം ദി പാർട്ട് ഓഫ് ലേണേഴ്സ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി പറയുന്ന ഒരു ഏരിയയാണ് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. സോ ആസ് യു നോ, നമുക്ക് ഇംഗ്ലീഷിൻ്റെ കേസിൽ സെക്കൻഡ് പേപ്പറിൻ്റെ കേസിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ സ്ലിമ്മാണ് ഓർ വളരെ ലീസ്റ്റാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലേണേഴ്സിനെ, മെജോറിറ്റി ലേണേഴ്സിനെ ഡിഫിക്കൽട്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ക്രൊണോളജി. സോ ഒരുപാട് ഡൗട്ട്സും ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളൊരു കാര്യമാണ് ഫോർ മീ. എങ്ങനെയാണ് ഇതെല്ലാം കൂടി പഠിക്കുക? ഹൗ ക്യാൻ വി റിമെമ്പർ ഓൾ ദീസ് തിങ്സ്? നമുക്ക് ഈ എല്ലാ ടെക്സ്റ്റുകളും എല്ലാ ഓതേഴ്സിനെയും ക്രൊണോളജിക്കൽ ഓർഡറിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആസ് എ മെൻറ്റർ ഐ ഹാവ് റിസീവ്ഡ് ഇറ്റ് ഫോർ എ ലോട്ട് ഓഫ് ടൈംസ്. സോ ഐ ആം വിത്ത് എ സ്മോൾ സൊല്യൂഷൻ ഫോർ യു പീപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല. പക്ഷേ if you go through or if you analyze all these previous year questions, you can see that ചില particular ടെക്സ്റ്റുകൾ, ചില particular authors, ചില particular concept and ചില particular areas are being repeated. So the solution is to study all these things. ഈ പറഞ്ഞ എല്ലാം വാരി വലിച്ച് നമുക്ക് എല്ലാം മെമ്മറൈസ് ചെയ്യുന്നതിലും വളരെ ഫിൽട്ടർ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് we can go for some important text and their chronological order. സോ നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഇറ്റ്, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് കം ബാക്ക്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഓതേഴ്സിനെയും കുറച്ച് ടെക്സ്റ്റുകളുമാണ്. ചില ഓതേഴ്സ് വി നോ ദാറ്റ് റിഗാർഡിംഗ് സം ഇമ്പോർട്ടൻറ്റ് ഓതേഴ്സ്, റിഗാർഡിംഗ് സം കാനണിക്കൽ ഓതേഴ്സ് നമുക്കറിയാം ലിറ്ററേച്ചറിൻ്റെ സിനാരിയോയിൽ ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഫ്രം ദി സിനാരിയോ ഓഫ് UGC നെറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആ ഒരു പെർട്ടിക്കുലർ ഓതേഴ്സും അതേപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റ് കാനണിക്കൽ വർക്ക്സും അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So before going to this session, you are already aware of our latest batch. നമ്മുടെ JRF Premier Plus ബാച്ചിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതിന് എയ്ഫറിനെ കുറിച്ച് ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് റൊമാൻറ്റിസൈസ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്നുള്ളത് ഐ ആം വെരി വെൽ അവെയർ അബൌട്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. യു നോ ദാറ്റ് നമുക്ക് December 31st എക്സാം തുടങ്ങും എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ഇംഗ്ലീഷ് എപ്പോഴും ഫസ്റ്റ് ഡേയ്സിൽ തന്നെ ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് January 1st വീക്ക് തന്നെ വി ക്യാൻ എക്സ്പെക്ട് അവർ എക്സാമിനേഷൻ. So you can analyze ഇനി എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് യു പീപ്പിൾ ക്യാൻ അനലൈസ്. സോ ഇഫ് യു ഹാവൻറ്റ് സ്റ്റാർട്ടഡ് യെറ്റ്, നമുക്കിനി എല്ലാം കൂടി കവർ ചെയ്യാനുള്ളൊരു ടൈമും സ്പേസും ഇല്ല. ദ റിയാലിറ്റി ഈസ് ദാറ്റ് നമുക്കിനി ഒരു 2 months എല്ലാം കവർ ചെയ്യാനുള്ളൊരു ടൈമും സ്പേസും ഇല്ല. ബട്ട് സ്റ്റിൽ നെറ്റ് ക്ലിയർ ചെയ്യാനുള്ള, JRF ക്ലിയർ ചെയ്യാനുള്ള ആ ഒരു പെർട്ടിക്കുലർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, ഇഫ് യു ഗെറ്റ് എ ഗുഡ് മെൻറ്റർ ആൻഡ് ഇഫ് യു ഗെറ്റ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ ലോട്ട് ഓഫ് റിസോഴ്സസ്, ഇറ്റ്സ് ഷുവർ ദാറ്റ് യു ക്യാൻ ക്രാക്ക് ഇറ്റ് വെരി ഈസിലി. സോ ഏറ്റവും ഉടനെ തന്നെ നമ്മുടെ അഡ്മിഷൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു ആർ വെരി ഫെമിലിയർ വിത്ത് ദി ഫീച്ചേഴ്സ് ദാറ്റ് വി പ്രൊവൈഡ്. ഈ പറഞ്ഞതുപോലെ വളരെ ഫോക്കസ്ഡ് ആയിട്ടും വളരെ സ്പെസിഫൈഡ് ആയിട്ടും നമ്മുടെ കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ടെസ്റ്റുകളാണെങ്കിലും ആൻഡ് റിഗാർഡിംഗ് JRF ക്ലബ്സ് ആൻഡ് റിഗാർഡിംഗ് റിവിഷൻസ്, എവറിത്തിങ് വിൽ ബി അവൈലബിൾ ഫോർ യു. ലേണർ സെൻട്രിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കൈൻഡ് ഓഫ് ലേണിങ്ങിൽ പാർട്ടാവാൻ വേണ്ടിയിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ബി വിത്ത് അസ്. ആൻഡ് ഓൾസോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് സ്റ്റുഡൻസ് ആണെങ്കിലും ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിലും മദേഴ്സ് ആണെങ്കിലും. ആൻഡ് ഇഫ് യു ആർ ആൻ എയ്ഫറൈറ്റ്, നേരത്തെ എയ്ഫറിൽ ഉണ്ടായിരുന്നവരാണെങ്കിലും യു ക്യാൻ അവൈൽ എ ലോട്ട് ഓഫ് ഓഫേഴ്സ് ആൻഡ് അവൈൽ ഇറ്റ് സൂൺ. ഏറ്റവും ഉടനെ ജോയിൻ ചെയ്യുക, എയ്ഫറിൻ്റെ പാർട്ടാവുക. ആൻഡ് ഓൾസോ ഹിയർ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും ഗൈഡൻസ് ഗ്രൂപ്പുകളുടെ ആ ഒരു QR കോഡ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ്, PDFs, ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, ക്ലാസ്സസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. ആൻഡ് ഫോർ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ദെയർ. സോ ജോയിൻ ടു. നൗ കമ്മിങ് ടു അവർ പെർട്ടിക്കുലർ ഏരിയ ആൻഡ് അവർ പെർട്ടിക്കുലർ സെഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഏരിയാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ഏരിയാസ് ലൈക്ക് ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ വി നോ ദറ്റ് ചില ഏരിയാസ് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, കുറച്ച് ടെക്സ്റ്റുകൾ കാനണിക്കലാണ്. പക്ഷെ ചില മൈനർ വർക്ക്സും ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ അപ് ടു അഗസ്റ്റൻ ഏജ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡ്രൈഡൻ ആണെങ്കിലും അതേപോലെ തന്നെ പോപ്പ് ആണെങ്കിലും ദെൻ സാമുവൽ ജോൺസൺ ആണെങ്കിലും വി നോ ദെം ആസ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദി ഏജ്. ബട്ട് കമ്മിങ് ടു ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ലൈക്ക് ഇപ്പോൾ മാർലോ അല്ലെങ്കിൽ ഷേക്സ്പിയറിയൻ ഏജ് വരുന്നതിന് മുന്നേ വരെ പബ്ലിക്കേഷൻസ് അത്ര കോമൺ അല്ല. പ്രിൻറ്റിംഗ് പ്രസ്സുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ.
സോ പബ്ലിക്കേഷൻസ് ആർ നോട്ട് കോമൺ ഡ്യൂറിങ് ദി ടൈം. ഈ കാര്യങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏജിൽ എങ്ങനെയായിരിക്കും ക്രൊണോളജിക്കൽ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഏത് ക്രൊണോളജിക്കൽ ടെക്സ്റ്റുകൾ നമ്മൾ പഠിക്കണം എന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനത്തെ കുറച്ച് ടെക്സ്റ്റുകളാണ് ഐ ഹാവ് ഗിവൺ ഇറ്റ് ഹിയർ. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ടെക്സ്റ്റുകൾ. ഇപ്പോൾ സാമുവൽ പെപ്പീസിൻ്റെ ഡയറി ആണെങ്കിൽ യു നോ ദാറ്റ് നമ്മൾ സാമുവൽ പെപ്പീസിനെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത് പറയാറില്ല. പക്ഷേ ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ പെർസ്പെക്റ്റീവിൽ റിപ്പീറ്റഡ്ലി 4 or 5 ടൈംസ് സാമുവൽ പെപ്പീസിൻ്റെ ഡയറിയുടെ ക്രൊണോളജിക്കൽ ഓർഡർ വിത്ത് അനദർ ടെക്സ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. ജോൺ ബുനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് ചോദിച്ചിട്ടുണ്ട്. റോബർട്ട് ബർട്ടൻ്റെ അനാറ്റമി ഓഫ് മെലങ്കലി, തോമസ് ഹോബ്സിൻ്റെ ലെവിയാത്തൻ, ദെൻ ലോക്കിൻ്റെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, ബോസ്വെല്ലിൻ്റെ ലൈഫ് ഓഫ് ഡോക്ടർ സാമുവൽ ജോൺസൺ. ഇതൊക്കെ എല്ലാ തവണയും, ആൻഡ് ഐ ആം നോട്ട് സേയിങ് ദാറ്റ് ഇത് തന്നെ ഒരൊറ്റ ക്രൊണോളജിക്കൽ ഓർഡറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു എന്നുള്ളതല്ല. ദാറ്റ്സ് ദി തിങ്. ദി തിങ് ഈസ് ദാറ്റ് ഇത് പല ഏരിയാസിലായിട്ട് ഏതെങ്കിലും 1 or 2 ടെക്സ്റ്റുകൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ക്വസ്റ്റ്യനിൽ വരുന്നു എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ വെദർ ഹാവ് യു അനലൈസ് ഇറ്റ് ഓർ നോട്ട്, ബട്ട് സ്റ്റിൽ ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ റോബർട്ട് ബർട്ടൻ്റെ എല്ലാ ടെക്സ്റ്റുകളും പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തോമസ് ഹോബ്സിൻ്റെയോ സാമുവൽ പെപ്പീസിൻ്റെയോ അല്ലെങ്കിൽ ജോൺ ബുനിയൻ്റെ ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്, ഒരുപാട് പ്രിസൺ ബുക്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് നീഡഡ് ടു സ്റ്റഡി ഓൾ ദീസ് particular text, but go for the important text of these minor writers. And also regarding that നമുക്കറിയാം ഈ ടെക്സ്റ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് അവർക്കെല്ലാം തന്നെയും അല്ലെങ്കിൽ ഈ ടെക്സ്റ്റുകൾക്കെല്ലാം തന്നെയും യു ക്യാൻ സീ ദാറ്റ് ലിറ്ററേച്ചറിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ ഒരു സ്പെസിഫിക് ടൈമിൽ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസും ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു. So the first one is about Robert Burton's The Anatomy of Melancholy, published in 1621. Then coming to Thomas Hobbes' Leviathan, published just after 30 years, that is in 1651. And Pepys Diary highly important ആണ്. കാരണം ആ ഒരു 1660 റിസ്റ്റോറേഷൻ പീരീഡ് മുതൽ 1669 വരെയുള്ള ആ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൻ്റെ ബ്രിട്ടീഷ് ഹിസ്റ്ററി കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഡയറി എൻട്രീസ് ആണ് സാമുവൽ പെപ്പീസിൻ്റെ. ആൻഡ് ഓൾസോ യു നോ ദാറ്റ് ഹി റോട്ട് ഇറ്റ് വെരി പേഴ്സണലി ആൻഡ് ഹി ഡിഡ്ന്റ് വാണ്ട് ടു പബ്ലിഷ് ഇറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളതൊരു ഹിസ്റ്ററിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്യുന്നൊരു ടെക്സ്റ്റ് കൂടിയാണ്. ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ആണെങ്കിലും വാർസ് ആണെങ്കിലും എല്ലാം തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ സാമുവൽ പെപ്പയുടെ ഡയറി ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1825. ഓക്കെ, ദെൻ ബുനിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ്. ഞാൻ പറഞ്ഞു ജോൺ ബുനിയൻ്റെ പ്രിസൺ ടെക്സ്റ്റുകൾ എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പിൽഗ്രിംസ് പ്രോഗ്രസ് ആ ഒരു എലിഗറിക്കൽ ടെക്സ്റ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. സോ പബ്ലിഷ്ഡ് ഇൻ 1678. ദെൻ ജോൺ ലോക്സ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, which was published in 1689, and the last one is Boswell ആണ് ഡോക്ടർ സാമുവൽ ജോൺസന്റെ ബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. സോ ലൈഫ് ഓഫ് ഡോക്ടർ സാമുവൽ ജോൺസൺ പബ്ലിഷ്ഡ് ഇൻ 1791, just after the death of സാമുവൽ ജോൺസൺ. ഓക്കെ, ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് ചോദിച്ചു വരുന്ന റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ടെക്സ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങൾ ഈ ഒരു റോബർട്ട് ബർട്ടൻ്റെ ആണെങ്കിലും ബാക്കി റൈറ്റേഴ്സിൻ്റെ ആണെങ്കിലും ഇഫ് യു വാണ്ട് ടു സ്റ്റഡി മോർ ലെറ്റ് ഇറ്റ്. പക്ഷേ നിർബന്ധമായിട്ടും ഈ ടെക്സ്റ്റുകൾ മിസ്സാക്കാതെ പഠിച്ചിരിക്കുക. Now coming to John Dryden, and as the first neoclassical critic, you know about the importance of John Dryden. John Dryden's importance you are very well aware about, and ഈ പറഞ്ഞതുപോലെ കാനോണിക്കൽ ഓതേഴ്സിനെ ഇമ്പോർട്ടൻ്റ് ഓതേഴ്സിനെ ഡോണ്ട് മിസ് ഇറ്റ് എനിവെയർ. ജോൺ ഡ്രൈഡൻ്റെ കേസിൽ ആ ഒരു റിസ്റ്റോറേഷൻ പീരീഡ് മുതൽ വട്ട് എവർ ടെക്സ്റ്റ് ഹി ഹാവ് റിട്ടൺ എവറി സിംഗിൾ തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത ടെക്സ്റ്റുകളുണ്ട്. ലൈക്ക് എസ് എഫ് ഡ്രമാറ്റിക് പോയിസി ഫസ്റ്റ് ക്രിട്ടിക്കൽ വർക്കാണ്. ദെൻ എപ്സിലോം ആൻഡ് എക്കിറ്റോഫൽ, മെക്ഫ്ലെക്നോ, ആ ഒരു മോക്ക് എപ്പിക്കിലൊക്കെ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ പ്രസൻറ്റേഷൻ വന്നിട്ടുള്ള വർക്ക്സ് ആണ് ഇതൊക്കെ. ദെൻ ദി ഹിൻഡ് ആൻഡ് ദി പാന്തർ. ആൻഡ് ആസ് യു ഓൾ നോ ഡ്രൈഡൻ്റെ കേസിൽ റിലീജിയസ് കൺവേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒലിവർ ക്രോംവെല്ലിൻ്റെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ട്. വെൻ ചാൾസ് II കെയിം ടു ത്രോൺ ഹി ഓൾസോ സ്റ്റുഡ് വിത്ത് ദം. അങ്ങനെ ഒരുപാട് കൺവേർഷൻസ് വന്നിട്ടുള്ള ഒരു റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ. ആൻഡ് ലൈക്ക് the critics said if he changed with the nation എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ഇപ്പം ആസ്ട്രിയ റിഡക്സ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചാൾസ് II വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആൻഡ് ഓൺ ദി ഡെത്ത് ഓഫ് ഒലിവർ ക്രോംവെൽ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഒലിവർ ക്രോംവെൽ. സോ ഇങ്ങനെയുള്ള ടെക്സ്റ്റുകൾക്കൊക്കെ ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഗോ ഫോർ ദി ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദീസ് ടെക്സ്റ്റ്. ആസ്ട്രിയ റിഡക്സ് പബ്ലിഷ് ഇൻ 1660 വെൻ there was a റിസ്റ്റോറേഷൻ പീരീഡിൽ റിസ്റ്റോറേഷൻ ഏജിൽ ചാൾസ് II തിരിച്ചു വന്നപ്പോൾ തന്നെയാണ് ആസ്ട്രിയ റിഡക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Then Annus Mirabilis is a wonderful year, published in 1667. An essay of dramatic poesy just after Annus Mirabilis in 1668.
Then Absalom and Achitophel in 1681. McFlecknoe in 1682. Then the medal in the same year as 1682 as well as Religio Laici. ഇതെല്ലാം ഒരു ഇയറിൽ തന്നെയാണ് പബ്ലിക്കേഷൻ. ആൻഡ് തോമസ് ഷാഡ്വെലുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂസും ആ ഒരു കമ്പാരിസണും യു ആർ വെരി വെൽ അവെയർ അബൌട്ട്. സോ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ആൻഡ് കമ്മിങ് ടു ദി റിലീജിയസ് കൺവേർഷൻസ്, ആംഗ്ലിക്കനിസവും റോമൻ കാത്തലിക്സും ഒക്കെ ഇങ്ങനെ കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന ടൈമാണ്. ഡ്രൈഡൻ ആണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കും ഒക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഹി റോട്ട് ദി ഹിൻഡ് ആൻഡ് ദി പാന്തർ ഇൻ 1687. ആൻഡ് ദി ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ഫേബിൾസ് ഇൻ 1700. സോ 1660 മുതൽ 1700 വരെ വരുന്ന ഒരു 40 ഇയേഴ്സിലെ ടെക്സ്റ്റ് ഐ ഹാവ് ജസ്റ്റ് മെൻഷൻ ഹിയർ. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഐ ഹാവ് ജസ്റ്റ് ഹൈലൈറ്റഡ് ഹിയർ. എന്തായാലും ഈ ഒരു എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയിസി എന്നൊക്കെ പറയുന്നത് ആ ഒരു ക്രിട്ടിക്കൽ ലിറ്റററി ക്രിറ്റിസിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടെക്സ്റ്റാണ്. സോ സ്റ്റഡി ഇറ്റ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് വെർജീനിയ വുൾഫ്. Modern writers, one of the important writers ആണ് Virginia Woolf, and also she made the foundation for some kind of modern writing, especially stream of consciousness ആണെങ്കിലും നോൺ ലീനിയർ നെറേറ്റീവ് ആണെങ്കിലും വിമൻ നെറേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും ആ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തൊരു റൈറ്ററാണ് വിർജീനിയ വുൾഫ്. വിർജീനിയ വുൾഫിൻ്റെയും നമുക്കറിയാം ആ ഒരു റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ എസ്സി ക്രിട്ടിക്കൽ വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ 1929. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1915 ദി വോയേജ് ഔട്ട് മുതൽ 3 ഗിനിയാസ് ഇൻ 1938 വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് വി ആർ ജസ്റ്റ് കവറിങ്. അതിൽ തന്നെ 1922 ജേക്കബ്സ് റൂം ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. കാരണം ജേക്കബ്സ് റൂമിൽ സം പേഴ്സണൽ എക്സ്പീരിയൻസസ് ആസ് വെൽ ആസ് സം പേഴ്സണൽ എലമെന്റ്സ് ആർ ദെയർ. ഓക്കെ, ദെൻ മിസസ് ഡെലോവെയും ടു ദി ലൈറ്റ് ഹൗസും യു നോ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടെക്സ്റ്റ്. ആ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൽ വിർജീനിയ വുൾഫിൻ്റെ അല്ലെങ്കിൽ മോഡേൺ റൈറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടെക്സ്റ്റുകളാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ യു അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ടെക്സ്റ്റ്. മിസസ് ഡെലോവെ ഇൻ 1925 ആൻഡ് ടു ദി ലൈറ്റ് ഹൗസ് ഇൻ 1927 ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അഗെയിൻ റെയിൻഫോഴ്സിങ് ഇറ്റ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. Then you can see Orlando, The Waves, The Years in 1928, 31 and 37 respectively. Then Between the Acts in 1941 and also Modern Fiction. എപ്പോഴും വിർജീനിയ വുൾഫിൻ്റെ മോർ ദാൻ നോവൽസ് അവർ എസ്സേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദർ യു ക്യാൻ സീ ദി മോഡേൺ ഫിക്ഷൻ, ദി ആർട്ട് ഓഫ് ഫിക്ഷൻ, ദി ന്യൂ ബയോഗ്രഫി, എ റൂം ഓഫ് വൺസ് ഓൺ ആൻഡ് 3 ഗിനിയാസ്. ഓൾ ദീസ് ആർ എസ്സേസ് ആൻഡ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആർ ബീങ് ഹൈലൈറ്റഡ് ദെയർ. ഇൻ 1925, 27, 27ലും 25ലും ആണ് ശരിക്കും വിർജീനിയ വുൾഫിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മിസസ് ഡെലോവെയും അതുപോലെ ടു ദി ലൈറ്റ് ഹൗസും മോഡേൺ ഫിക്ഷനും ആർട്ട് ഓഫ് ഫിക്ഷനും അതുപോലെ തന്നെ റൂം ഓഫ് വൺസ് ഓണും ഒക്കെ ആ ഒരു ടൈം പീരീഡിൽ കാണാൻ പറ്റും. ഓക്കെ, now coming to the next one, that is T.S. Eliot. T.S. Eliot is another important writer from modern age, and T.S. Eliot എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഐ നോ ഇറ്റ് വെരി വെൽ, ബട്ട് സ്റ്റിൽ ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടെക്സ്റ്റുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ദി ലവ് സോങ് ഓഫ് J. Alfred Prufrock in 1917, Erosion in 1920, the most important, the most celebrated, The Wasteland in 1922. Okay, and the Hollow Man, Journey of the Maggie, Sweeney Agonistes in 1925, 27 and 35. Okay, sorry, Sweeney Agonistes in 1926, and Murder in the Cathedral, one of the important worst dramatic work of T.S. Eliot, which was published in 1935. വേസ്റ്റ്ലൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വേഴ്സ് ഡ്രാമയാണ് മർഡർ ഇൻ ദി കത്തീഡ്രൽ എന്ന് പറയുന്നത്. സോ മർഡർ ഇൻ ദി കത്തീഡ്രലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഹൈ ആണ്, എസ്പെഷ്യലി റിഗാർഡിംഗ് ക്രോണോളജിക്കൽ ഓർഡർ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1935. Then The Family Reunion, 4 Quartets, The Cocktail Party, The Confidential Clerk. Actually, these particular works are not as important as I have mentioned earlier. അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക്സ് അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രം 1939 to 1953. ബട്ട് സ്റ്റിൽ യു നോ അബൌട്ട് T.S. Eliot. T.S. Eliotൻ്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് ഗോ ത്രൂ ബട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദീസ് ഹൈലൈറ്റഡ് വർക്ക്സ്. ഈ ഒരു കാനോണിക്കൽ വർക്ക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് നിസീം എസീക്കൽ. കമ്മിങ് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നിസീം എസീക്കലിൻ്റെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചോദിക്കുന്ന കാണാറുണ്ട്. And you can see his first work, his debut collection, that is A Time to Change in 1952. അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 60 poems in 1956, The Unfinished Man, the most important in 1960. ഡെബ്യൂ വർക്ക് പബ്ലിഷ് ചെയ്ത് 8 വർഷം കഴിഞ്ഞിട്ടാണ് ഹി പബ്ലിഷ്ഡ് ദി അൺഫിനിഷ്ഡ് മാൻ. അതുപോലെ കൂടുതൽ ചോദിക്കാറുള്ള ഒരു വർക്കാണ് ലെറ്റർ ഡേ സാംസ് ഇൻ 1982. ഇത്രയും ആൻഡ് ഓൾസോ ദി എക്സാക്ട് നെയിം 1965. ഈ ഡെബ്യൂ വർക്കും അൺഫിനിഷ്ഡ് മാനും ആൻഡ് ദി ലാസ്റ്റ് വൺ ലെറ്റർ ഡേ സാംസും ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദാറ്റ് നിസീം എസീക്കലിന് എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് നിസീം എസീക്കൽ, അരുൺ കൊലാട്കർ, ഇവരൊക്കെ റിപ്പീറ്റഡ്ലി ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, സം ജേർണൽസ്.
ജേണൽസ് ഇപ്പോൾ ഒരു റിപ്പീറ്റഡ് ആയിട്ട് 1-2 പ്രാവശ്യമായിട്ടൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. ജേണൽസിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് ഈസ് സംവാട്ട് വെരി ട്രിക്കി ദറ്റ് യു നോ. സോ നമ്മൾ എല്ലാം ഇപ്പോൾ വെസ്റ്റ്മിനിസ്റ്റർ റിവ്യൂ, അങ്ങനെ എഡിൻബർഗ് റിവ്യൂ, ദി ടാറ്റ്ലർ, ദി എക്സാമിനർ, ദി റിവ്യൂ, ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ്, ദി സ്പെക്ടേറ്റർ, അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിറ്റററി ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ജേണൽസിനാണ് ഇറ്റ് ഈസ് ബീങ് മെൻഷൻ ദെയർ. ആൻഡ് ഓൾസോ അബൌട്ട് ദി ഫൗണ്ടേഴ്സ് ഓൾസോ. ആരാണ് ഫൗണ്ട് ചെയ്തത്, ഏത് പെർട്ടിക്കുലർ ഏജിലാണെന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. So starting with the Tatler, which started in 1709, founded by Richard Steele, as you all know, and it stopped in 1711. 1709 start ചെയ്തിട്ട് റിച്ചാർഡ് സ്റ്റീൽ 1711 ആയപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു. Then comes the Examiner. It's a newspaper actually edited by Jonathan Swift and started in 1710 to 14. ടാറ്റ്ലർ നിർത്തുന്നതിന് തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, 1714 ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. And coming to the Review, which started in 1704 and the founder was Daniel Defoe. And the last one, the Spectator, ജോസഫ് എഡീസണും റിച്ചാർഡ് സ്റ്റീലും കൂടി ഈ ഒരു ടാറ്റ്ലർ നിർത്തിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സ്പെക്ടേറ്റർ എന്ന് പറയുന്നത്. സോ 1711 ടാറ്റ്ലർ സ്റ്റോപ്പ് ചെയ്തു, അതിനുശേഷമാണ് സ്പെക്ടേറ്റർ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓർത്തിരിക്കുക. ഇവിടെ സ്റ്റീൽ മാത്രമല്ല എഡിസണും കൂടിയുണ്ട്, അവർ രണ്ടുപേരും കൂടിയാണ് സ്പെക്ടേറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ 4 ജേണൽസ് നമ്മളിവിടെ പറഞ്ഞു. ഇനി ചില ക്രിട്ടിക്കൽ വർക്ക്സ്, ഓർത്തിരിക്കേണ്ട കുറച്ച് ക്രിട്ടിക്കൽ വർക്ക്സ്. ഓൾറെഡി SF ഡ്രമാറ്റിക് പോയ്സ് ഞാൻ പറഞ്ഞിരുന്നു, ഡ്രൈഡൻ്റെ 1668. ബാക്കിയുള്ള ചില ഇമ്പോർട്ടൻറ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ വർക്ക്സും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ദി ലൈഫ് ഓഫ് ദി പോയറ്റ്സ് ബൈ സാമുവൽ ജോൺസൺ. യു നോ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദോസ് വർക്ക് ഇൻ 1779. അതുപോലെ പ്രിഫൈസ് ടു ദി ലിറിക്കൽ ബാലഡ്സ്. പ്രിഫൈസ് ടു ദി ലിറിക്കൽ ബാലഡ്സ് പഠിക്കുന്ന സമയത്ത് യു നോ ദാറ്റ്, കാരണം ആദ്യം ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തത് 1798 1798 ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ there was no preface. പ്രിഫൈസ് ക്രിട്ടിക്കലി നമ്മൾ അക്ലൈം ചെയ്ത് ആഡ് ചെയ്തത് ഇറ്റ് വാസ് ഇൻ 1800. പിന്നെ അതിനെ ഒന്ന് റിവൈസ് ചെയ്ത് 1802 വീണ്ടും ആഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആ 3 ഇയേഴ്സ് ഒന്ന് നോക്കി വെക്കാം. ഇഫ് ഇറ്റ് ഈസ് ലിറിക്കൽ ബാലഡ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ 1798. ആൻഡ് പ്രിഫൈസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇൻ 1800. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. Okay, and coming to the next one, Culture and Anarchy, the most celebrated work by Matthew Arnold in 1869, and the last one, Room of Function, that we already discussed in 1929. So repeatedly വരുന്ന കുറച്ച് ക്രിട്ടിക്കൽ വർക്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതേപോലെ ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന വർക്ക്സുകളാണ്, ചോദിക്കുന്ന ടെക്സ്റ്റുകളാണ്, ഓതേഴ്സാണ്. And we can discuss more. ഇപ്പോൾ ഈ പോസ്റ്റ് colonial ലിറ്ററേച്ചറിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും യു നോ ദാറ്റ് അബൌട്ട് രവീന്ദ്രനാഥ് ടാഗോർ, സരോജിനി നായിഡു ആൻഡ് അരുൺ കലാട്കർ. ദീസ് റൈറ്റേഴ്സ് ആർ ബീങ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. തോറു ദത്ത്, RK നാരായൺ ആൻഡ് സം ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം ഇൻഫോമിങ് യു, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്ന് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കണക്ഷൻ കൂടി കിട്ടും. യു ക്യാൻ ഗെറ്റ് മോർ ടെക്സ്റ്റ്. Okay, so again and again saying about our latest batch, JRF Premier Plus batch, where you would be getting all these features. നമുക്ക് പഠിക്കുമ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനി എല്ലാം കൂടി പഠിക്കാനുള്ള സമയമില്ല. ഇനി നമുക്ക് വളരെ റിഫൈൻഡ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, സ്പെസിഫൈഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടൈമേ ഉള്ളൂ. സോ യൂസ് ഇറ്റ് വെൽ വിത്ത് ക്വാളിറ്റി മെൻറ്റേഴ്സ് ആൻഡ് ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. പഠിച്ച് തുടങ്ങിയില്ല, എനിക്കൊന്നും അറിയില്ല, ഇറ്റ്സ് നോട്ട് എ റീസൺ ഫോർ അറ്റൻഡിങ് ദി എക്സാമിനേഷൻ. സോ join the batch as soon as possible and start preparing. ഇപ്പോൾ തന്നെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ, കാരണം വി ഡസൻ ഹാവ് എനി പെർട്ടിക്കുലർ സെക്കൻഡ് ടു വേസ്റ്റ്. നമുക്കിനി ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഇന്ന് തന്നെ നവംബർ ഈ ഒരു മിഡ് ആവുന്നുണ്ട്. സോ December 31 എക്സാം ആണെങ്കിൽ യു ക്യാൻ തിങ്ക് നമ്മളൊരു 50 ഡേയ്സിൻ്റെ പ്ലാൻ വെച്ച് പോയാൽ മാത്രമേ വി ക്യാൻ കംപ്ലീറ്റ് ദി ഹോൾ സിലബസ്, വി ക്യാൻ ഗോ ഫോർ ദി റിവിഷൻ, PYQs എല്ലാം വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് ഫ്രം ടുഡേ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ നമുക്ക് ഒരുപാട് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് ഫോർ സ്റ്റുഡൻസ്, മദേഴ്സ്, ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ, അലുമിനീസിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ഫ്രം 10% to 30% ഇറ്റ്സ് അവൈലബിൾ അക്കോർഡിംഗ് ടു യുവർ ചോയ്സ്. ആൻഡ് കമ്മിങ് ടു അവർ ഗൈഡൻസ് ഗ്രൂപ്പ്, പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ഗൈഡൻസ് ഗ്രൂപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2-ൻ്റെയും QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിഗാർഡിംഗ് ഗൈഡൻസ് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകളാണ് വെയർ യു വുഡ് ബി ഗെറ്റിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് കിട്ടും, ക്ലാസ്സസ് കിട്ടും, ക്വസ്റ്റ്യൻസ് കിട്ടും, എക്സ്പ്ലനേഷൻസ് കിട്ടും. എവറിത്തിങ് ഈസ് അവൈലബിൾ ദെയർ. സോ യൂസ് ഇറ്റ് വെൽ. ഓക്കെ, ആൻഡ് വൺസ് അഗെയിൻ സെയിങ്, നമ്മുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദി ഫസ്റ്റ് പാർട്ട് ആൻഡ് ദിസ് വിൽ ബി കണ്ടിന്യൂഡ്. നിങ്ങൾക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയുടെ ഒരു സൊല്യൂഷൻ ആയിട്ട് ദിസ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ ദി നെക്സ്റ്റ് പാർട്ട്. സോ ഗോ ഫോർ ദി ഫസ്റ്റ് പാർട്ട് ആൻഡ് വാച്ച് ദി സെക്കൻഡ് പാർട്ട്. ഒന്ന് റെഫർ ചെയ്യുക, ആ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക.
സോ സി യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്, സി യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ. അതിന് മുന്നേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ജസ്റ്റ് ഷെയർ ഇറ്റ്. നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ വാച്ച് ഇറ്റ്. ഓക്കെ, താങ്ക് യു.